അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. മൗലിദിൻ്റെ സദസ്സാണ്. എല്ലാവരും അതിൻ്റേതായ ഭക്തിയോടുകൂടി അതിൻ്റേതായ മര്യാദയോടുകൂടി ഇത് കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് ബൈത്തൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ കൂടെ ജവാബ് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ മങ്കൂസ് മൗലിദിൻ്റെ രണ്ടാമത്തെ ഹിക്കായത്തും അതിൻ്റെ ബൈത്തുമാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അത് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ വരി കഴിയുമ്പോഴും അതിങ്ങനെ എടുത്തെടുത്ത് ചൊല്ലുമ്പോൾ കൂടെ നിങ്ങളും അത് ചൊല്ലാൻ ശ്രമിക്കുക. അത് മാത്രമാക്കണ്ട, ആ ബൈത്ത് മുഴുവനും ചൊല്ലുന്ന സമയത്ത് ഉമ്മമാർക്കൊക്കെ അറിയാം, നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ, അത് ഏറ്റു ചൊല്ലാൻ ശ്രമിക്കുക. ചില ഉമ്മമാരൊക്കെ അവർ അടുക്കളയിൽ അത് വെച്ചിട്ടുണ്ടാകും, അവരവരുടെ ജോലിക്ക് ചെയ്തു പോകും, അടുക്കളയിൽ ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടാകും. അങ്ങനെയല്ല, ഇത് പറ്റുന്ന രൂപത്തിൽ വീഡിയോ ഓണാക്കി വെച്ച് ഇതിൻ്റെ കൂടെ ചെല്ലാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് രണ്ടാമത്തെ ഹിക്കായത്തും അതിൻ്റെ ബൈത്തും ശേഷം കുറച്ച് സ്വലാത്തും ദിക്റും ചൊല്ലി ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് മൗലിദിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സലാം ബൈത്തിൻ്റെ ഏതാനും ചില വരികൾ പാടി ഇൻഷാ അല്ലാഹ് മൗലിദിലേക്ക് കടക്കാം. സ്വലവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക സൈനൽ അംബിയാഇ അസ്സലാമു അലൈക അത്ഖൽ അത്ഖിയാഇ സ്വല്ലവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക അസ്ഫൽ അസ്ഫിയാഇ അസ്സലാമു അലൈക അസ്കൽ അസ്കിയാഇ സ്വല്ലവാത്തി അലൻ നബി വസലാമി വഹുവ ഖൈറുൽ അനാമി ബദ്റു തമാമി അസ്സലാമു അലൈക അഹ്മദു യാ ഹബീബി അസ്സലാമു അലൈക ത്വഹ യാ ത്വബീബി സ്വല്ലവാത്തി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാബി ബദ്റു തമാമി അസ്സലാമു അലൈക അഹ്മദു യാ മുഹമ്മദ് അസ്സലാമു അലൈക ത്വഹ യാ മുമജ്ജദ് സ്വല്ലവാത്തി അലാ നബി വസലാമി വഹുവ ഖൈറുൽ അനാബി ബദ്റു തമാമി. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. اللهم صل وسلم وبارك عليه. روى كعب الأحبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنها أطهر فتاة في العرب، وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والبلدان ودقت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة رضي الله عنها قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة اهتز العرش ضربا واستبشارا وزاد الكرسي هيبة ووقارا وامتلأت السماوات أنوارا
وضجت الملائكة تهليلا واستغفارا فأصبحت آمنة تلك الليلة والأنوار تلوح في جبهة المؤتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات وتباشرت به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بني المنى وقيل لها في رمضان لقد هملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا وآتاها في ذي الحجة موسى الكليم عليه السلام وعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا واصطفت الملائكة منزلها في سفر فعلمت أن موعد السرور قد قرب بدنا فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا ثم لما جاء وقت الولادة وخرج منشور السعادة وجد بآمنة أمر الولادة وحان بروز الشمس السعادة طلع الحق نورا الله ونشرت له في الكون أعلام الرضا وإذا بطائر النبي قد سكت من الهواء فمر بجناحيه على بطن آمنة رضي الله عنها مسرعا فضربها المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم يا ربي صل على النبي محمد منزل الخلائق من جهنم في غادي ولد الحبيب سيد المتعبد والنور من وجناته يتبقد يا ربي صل على النبي محمد منجي الخلائق من جهنم في غادي جبريل نادى في منصة حسنه هذا مالح الكون هذا أحمد يا ربي صل على النبي محمد منجي الخلائق من جهنم في غادي هذا كحيل ترفي هذا المصطفى هذا جزيل الوصف هذا سيد يا ربي صل على النبي محمد منجي الخلائق من جهنم في غادي هذا جميل نعتي هذا المرتضى هذا مليح الوجه هذا الأوحد يا
ربي صل على النبي محمد منجي الخلائق من جهنم في غدي هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي صلى عليك الله يا علام الهدى ما ناح طير في العصون يغرد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ നമ്മുടെ മൗലിദിൻ്റെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മുടെ കമൻറ്റുകൾക്ക് താഴെ പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. ആമീൻ. നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ചില സ്വലാത്തുകളും കുറച്ച് ദിക്റുകളും ഇൻഷാ അല്ലാഹ് ചൊല്ലിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത്, ഈ ഒരു ദിക്റ് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടോ, നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. അതൊക്കെ മാറാനുള്ളൊരു കച്ചിത്തുരുമ്പ്, അതൊക്കെ മാറാനുള്ളൊരു പിടിവള്ളിയാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്ന ഈ ഒരു ദിക്റ്. ഇത് ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും പറയുന്നതാണ്, എല്ലാ ദിവസവും പറയേണ്ടതുമാണ്. പലപ്പോഴും നമ്മൾ ഈ ഒരു ദിക്റ് നമ്മൾ പറയാറുള്ളത് തസ്ബീഹ് നമസ്കാരത്തിൽ ഈ ഒരു ദിക്ർ പറയാറുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആ ഓരോ തക്ബീറുകൾക്കിടയിലും ഈ ഒരു ദിക്ർ നമ്മൾ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ
العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും ഒക്കെ പറഞ്ഞിട്ടുള്ളൊരു സ്വലാത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി അൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മിയിൽ ഹബീബിൽ ആലിൽ ഖദ്രിൽ അലീമിൽ ജാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه
വസ്വഹ്ബിഹി വസല്ലിം. ഈ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 6 വമ്പൻ പ്രതിഫലങ്ങളാണ്. അതോടൊപ്പം തന്നെ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കും. 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന 6 വമ്പൻ അതല്ലാത്ത പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് ഇന്നത്തെ ഈ ദിവസം നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. അൽഹംദുലില്ലാഹ്, നമ്മുടെ മൗലിദിന്റെ സദസ്സ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇത് മൗലിദിന്റെ സദസ്സ് മാത്രമല്ല, സ്വലാത്തിൻ്റെ സദസ്സാണ്, ദിക്റിൻ്റെ സദസ്സാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം, ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ്, പ്രശ്നങ്ങൾ പറഞ്ഞ്, രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ്, വലിയ വലിയ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് ദ്വാരക്കാൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും കമൻറ്റിലൂടെ എഴുതുന്നു. അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ഈ ഒരു ദിവസത്തിൻ്റെ, ഈ ഒരു മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യവും പറഞ്ഞ് നമ്മൾ ദ്വാരക്കാൻ പോവുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد
يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم ووليك العظيم أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع. وأن تصرف عنا الطاعون والبلاء وتعصمنا من إنزال قهرك والوباء واحتجبنا بنورك من شر عدونا وشر الملعون ومن شر الوباء والطاعون. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق محمد وآله الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറാഹിമീനായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മൗലിദിന്റെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വലാത്തുകൾ നീ ഖബൂലാക്കണേ അല്ലാഹ്. അദ്കാറുകൾ നീ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും ചൊല്ലിയതുമായ കാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ പരിഹരിച്ച് ഖബൂലാക്കണേ അല്ലാഹ്. നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാനും അല്ലാഹുവേ മുസാഫഹ ചെയ്യുവാനും മരണത്തിന്റെ സമയത്ത് മുത്തുനബിയെ കണ്ടിട്ട് മരിക്കുവാനും റഹ്മാനെ ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം കുടിക്കുവാനും ആ റസൂലിനോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അതിന് ഞങ്ങളുടെ ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താക്കന്മാര്, സന്താനങ്ങൾ, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, സഹോദരി സഹോദരന്മാർ, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ മരിക്കേണ്ടവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഷമങ്ങൾ ഓരോരുത്തർക്കുണ്ട്, ഓരോരോ പ്രയാസങ്ങളുണ്ട്. മാനസികമായ, ശാരീരികമായ, സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട്. റഹ്മാനെ എല്ലാവരുടെയും ഊരാ കുടുക്കുകളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മൗലിദിന്റെ സദസ്സിൽ ഞങ്ങൾ ദുആരക്കുന്ന ഈ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കൊറോണ വരുന്നതിന് തൊട്ട്, നിപ്പ വരുന്നതിന് തൊട്ട്, മറ്റ് എന്തെല്ലാം രോഗങ്ങളുണ്ടോ, എന്തെല്ലാം പകർച്ചവ്യാധികളുണ്ടോ റഹ്മാനെ എല്ലാത്തിനെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ക്യാൻസർ പോലത്തെ മാരകവും അല്ലാത്തതുമായ
മുഴുവൻ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആരെല്ലാം ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ടോ, വീടുകളിൽ കഴിയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും രോഗങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ലോകത്ത് പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങളും മറ്റു സഹോദരന്മാരും പ്രയാസത്തിലാണ്. എല്ലാവർക്കും നിന്റെ സഹായം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. മക്കളില്ലാതെ വിഷമിക്കുന്നവർ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ജോലിയില്ലാത്തവരുണ്ട്, വീട് പണി പകുതിയാക്കി നിർത്തിയിട്ടുള്ളവരുണ്ട്, വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റഹ്മാനെ. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, അതുപോലെ തന്നെ വിദേശത്തെത്തിയിട്ട് ജോലി ശരിയാവാതെ പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ ഒരുപാട് പേര്. എല്ലാവരിലും നീ ഖൈർ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഈ പരിശുദ്ധമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങൾ മാറ്റണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റഹ്മാനെ. ആക്സിഡന്റുകളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ, കള്ളുകുടി, അതുപോലെ തന്നെ മയക്കുമരുന്ന് പോലത്തെ എന്തെല്ലാം ദുശീലങ്ങളുണ്ടോ എല്ലാത്തിനെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. ഇതിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനെ, മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ഹജ്ജും ഉംറയും ആ മുത്ത് റസൂലിന്റെ റൗദയിൽ ചെന്ന് സിയാറത്ത് ചെയ്യാൻ, സലാം പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെയും നമ്മുടെ ദുആയിനെയും സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് മൗലിദിന്റെ സദസ്സ് ഉണ്ടാകും. എല്ലാവരും കഴിയുന്നത് പോലെ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.